ഈ ഹൈസ്കൂൾ വാർഡിൽ നിരന്തരം ഇത്തരം മൃഗങ്ങളുടെ ശല്യം തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇതിന് മുമ്പ് ഈ പ്രദേശത്ത് വന്യമൃഗമല്ലേ പോലും പട്ടി 4 പേരെ കടിച്ച് അതിൻ്റെ പുറകെ പട്ടിപിടുത്തക്കാരൊക്കെ ആയിട്ട് വന്ന് അതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. അതിനകത്ത് എനിക്ക് പരിക്ക് പറ്റിയ ഒരാളുടെയാണ്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ വിശ്രമത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അടുത്ത സാധനം വന്നിരിക്കുന്നത്. കുറുക്കൻ ആണെന്നും കുറുനരിയാണെന്നും ചെന്നായാണെന്നും ഒക്കെയുള്ള പല വാദങ്ങളും നിലനിൽക്കുകയാണ്. ഇവിടെ ഈ പാറപ്പുറം പ്രദേശത്ത് കുന്നങ്കര ഭാഗത്തൂടെ ഒരു മുളക്കാഞ്ചിറ കനാൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ കനാലിൻ്റെ സൈഡിലുള്ള പല പുരയിടങ്ങളും ആൾതാമസമില്ലാതെ, വീടുകളിൽ താമസമില്ലാതെ അവരുടെ ഏക്കർ കണക്കിന് വസ്തു കാട് പിടിച്ച് കുറ്റിക്കാട് നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെയുള്ള ഒരു സ്ഥലം ഉള്ളതുകൊണ്ട് ഇത് മുളക്കാഞ്ചിറ കനാൽ വഴിയാണെങ്കിലും നീന്തി വന്ന് ഇത്തരം കാടുകളിൽ വസിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇവിടെ ഇപ്പം റിട്ടയർഡ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ വീട്ടിലെയും ഇതിന് സമീപമുള്ള മറ്റ് വീടുകളിലെല്ലാം കോഴിക്കൂടിൻ്റെ മുൻപിൽ മണിക്കൂറുകളോളം വന്ന് ഇരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് കുറുനരിയല്ല, കൂർക്കനാണ്. ഇവിടെ വരാറുണ്ട്. ഞാനതിനെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ഈ കോഴിക്കൂടിൻ്റെ ഇവിടെ ഇരിക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഓടിച്ചെന്ന് ക്യാമറ എടുത്തപ്പോഴത്തേക്കും അവൻ അങ്ങോട്ട് ഓടിപ്പോയി. വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അതിവിടെ തിരിച്ചു വന്നു. കുറുക്കൻ സാധാരണഗതിയിൽ വലിയ പൊക്കമില്ലാത്ത ഏതാണ്ടൊരു കാട്ടുപൂച്ചയുടെ അത്രയും വലിപ്പം വരുന്ന ഒരു ജീവിയാണ്. പരമാവധി ഒരു 5 കിലോഗ്രാമിൽ കൂടുതൽ അതിന് തൂക്കം വരികയില്ല. അതിൻ്റെ ചെമ്പൻ നിറമാണ്. അതിൻ്റെ വാല് വളഞ്ഞ് താന്ന് കിടക്കും. നിലത്ത് മുട്ടുന്ന വാലായിരിക്കും അതിനുള്ളത്. അതിൻ്റെ മുഖം നല്ല കൂർത്ത മുഖമായിരിക്കും. എന്ന് പറഞ്ഞാൽ പട്ടിയുടെ മുഖം പോലെയല്ല, കൂർത്ത മുഖമായിരിക്കും. അതേസമയം കുറുനരി എന്ന് പറഞ്ഞാൽ ഒരു 1.5 അടി ഒക്കെ പൊക്കം വരുന്ന ഒരു ചെമ്പൻ നിറമല്ല, കുറച്ചുകൂടെ ആഷ് കളർ വരുന്ന ഒരു നിറമുള്ള ഒരു ജന്തുവാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് നമ്മുടെ ഇവിടെ കുറുക്കൻ കാര്യമായിട്ടില്ല, വളരെ റെയറായിട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. കുറുനരിയാണെന്ന് പറയുന്നു. പക്ഷേ കുറുനരിയും കുറുക്കനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഏകദേശം 10 കോഴികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 7 എണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 3 എണ്ണം ഇപ്പോൾ ഉണ്ട്. നിലവിൽ ഇപ്പോൾ ഓരോ ആഴ്ച വെച്ച് ഓരോ കോഴി വെച്ച് നഷ്ടപ്പെടുകയാണ്. എന്താ പിടിച്ചുകൊണ്ട് പോകുന്നത് നമുക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല. കീരിയാണോ കുറുക്കനാണോ എന്നാകെ ഒരു സംശയത്തിലാണ്. എന്തായാലും കോഴികൾ ഓരോ ആഴ്ച വെച്ച് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇനി 3 എണ്ണം കൂടെ ഉള്ളു ബാലൻസ്.